മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെയാണ് 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത്. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെയാണ് 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത്. കോൺഗ്രസ് പ്രതിനിധിയായ ദീപ രാജ്കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി മറ്റൊരാളെ പ്രസിഡന്റ് ആക്കുന്നതിന്റെ ഭാഗമായി 1 മാസം മുൻപ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തിയ ശേഷം വ്യാജമായി തന്റെ ഒപ്പിട്ട് രാജിക്കത്ത് നൽകിയെന്നും രാജിക്കത്ത് സ്വീകരിക്കരുതെന്നും കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ദീപ കത്തു നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ദീപയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ ദീപയെ അനുവദിച്ച് ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനായി ദീപയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. 21 അംഗ പഞ്ചായത്തിൽ കൂറുമാറിയ 2 അംഗങ്ങളെ അയോഗ്യരാക്കിയതോടെ നിലവിൽ പഞ്ചായത്തിൽ 19 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസ് 11, LDF 8 എന്നിങ്ങനെയാണ് കക്ഷിനില. ന്യൂസ് ബ്യൂറോ, അടിമാലി.